ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പുമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പുമാങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉപ്പുമാങ്ങ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരെ നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ സ്കൂളിലേക്കൊക്കെ ചോറ്റും പാത്രത്തിൽ ഉപ്പിലിട്ട മാങ്ങയും അതുപോലെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്കയും ഒക്കെ കൊണ്ടുപോയിട്ട് കൂട്ടുകാരൊപ്പം ഇരുന്ന് കഴിക്കാറുള്ളതും അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. ഇതിപ്പോൾ മുന്നത്തെ പ്രാവശ്യം കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ അത് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ടോ ഒരു മാങ്ങ എടുത്തിട്ട്, അപ്പോൾ നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മാങ്ങയുടെ തൊലി ചെത്തിക്കളയാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലി ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ 3 ഉപ്പുമാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 3 പച്ചമുളകും 5 ചെറുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും മുളക് നല്ല എരിവുള്ള മുളകായിരിക്കണം കേട്ടോ. അതാണ് കൂടുതൽ ഉപ്പുമാങ്ങ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഉണ്ടമുളകാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു മിക്സ് ചെയ്ത ജാറിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഉപ്പുമാങ്ങയും പച്ചമുളകും ഉള്ളിയും ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫൈനായിട്ട് അരച്ചു കൊടുത്തിട്ടില്ല. ഉപ്പുമാങ്ങ ആയ കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇതുപോലെ ആയി കിട്ടും. ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഉപ്പുമാങ്ങ ചമ്മന്തിക്ക് നാളികേരം അങ്ങനെ കിടക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല പോലെ അരണേക്കാളും ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പുമാങ്ങയിൽ ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നാളികേരത്തിലൊന്നും ഉപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ നാളികേരത്തേക്കുള്ള ഉപ്പ് മാത്രം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ ഉപ്പുമാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം നാളികേരം. കണ്ടില്ലേ, ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, എന്നാൽ ക്രഷ് ആയിട്ടുമുണ്ട്. പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ പച്ചമാങ്ങ കിട്ടുമ്പോൾ അതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇടയ്ക്ക് ഓരോന്ന് എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്. എനിക്കിത് കാണുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ. അപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഉപ്പുമാങ്ങയോടൊപ്പം ആ നാളികേരും പച്ചമുളകും ഉള്ളിലേക്ക് കൂടി മിക്സായി വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഇതൊക്കെ പറഞ്ഞറിയിക്കണേക്കാളും കൂടുതൽ നമ്മൾ കഴിച്ച് നോക്കിയിട്ട് അറിയേണ്ട ടേസ്റ്റോളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഉപ്പുമാങ്ങയുടെ ടേസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഏകദേശം എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.